ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. യേശുവിൽ സ്നേഹമുള്ളവരെ, പഴയ നിയമത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം അബ്രാഹമാണ്. അനേകം വിശിഷ്ടരായ വ്യക്തികൾ പഴയ നിയമത്തിലുണ്ട്. മോശയുണ്ട്, ആദോ ഹവ്വയും കഴിഞ്ഞാൽ എടുത്തു പറയത്തക്ക പ്രാധാന്യമുള്ള നോഹയുണ്ട്, അതൊക്കെ കഴിഞ്ഞ് വരുന്ന അബ്രാഹമുണ്ട്, പിന്നെ പൂർവ്വ യൗസേപ്പ് ഉണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. ദാവീദ് രാജാവുണ്ട്, സോളമനുണ്ട്. എന്നാൽ അബ്രാഹം എന്ന് പറയുന്ന മഹാവ്യക്തിയുടെ ആത്മീയതയും വ്യക്തിത്വവും സമർപ്പണവും അദ്ദേഹത്തെ നയിച്ചിരുന്ന ചൈതന്യവും എല്ലാം നമ്മൾ പഠന വിധേയമാക്കുന്നതും ധ്യാന വിഷയമാക്കുന്നതും വളരെ നല്ലതാണ്. അതുകൊണ്ട് നമുക്കിന്ന് അബ്രാഹം എന്ന മഹാവിശുദ്ധൻ്റെ ബലിജീവിതത്തിലേക്ക് ഒന്ന് പ്രവേശിക്കാം. അബ്രാഹത്തെ ഞാൻ ഏറ്റവും അത്ഭുതത്തോടെ നോക്കുന്ന ഒരു നിമിഷമാണ് മോറിയ മലയുടെ മുകളിലേക്ക് സ്വന്തം പുത്രനെ കൂട്ടിക്കൊണ്ട് ബലിയർപ്പിക്കാനായി പോകുന്ന ആ നിമിഷം. ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൽ നമ്മളത് വായിക്കുന്നുണ്ട്. ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു എന്നാണ് ആ അധ്യായത്തിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അതിന് രണ്ട് തരത്തിൽ മനസ്സിലാക്കാം. ഒന്നുകിൽ അബ്രാഹത്തിന് ദൈവത്തോടുള്ള കൂറും വിശ്വസ്തതയും എത്ര ആഴപ്പെട്ടതാണെന്ന് ദൈവം ഒന്ന് അറിയാൻ വേണ്ടി ചെയ്തതാകാം. സർവജ്ഞനായ ദൈവം അങ്ങനെ ചെയ്യുമോ? അങ്ങനെ ഒരു പരീക്ഷണം നടത്താതെ തന്നെ അവൻ്റെ ഉള്ള്, അവൻ്റെ അകക്കാമ്പ്, അവൻ്റെ ആന്തരികത തിരിച്ചറിയാൻ സർവജ്ഞനായ ഒംനീഷ്യൻ്റ് ഗോഡായ ദൈവത്തിന് പറ്റും. അതുകൊണ്ട് അവൻ അങ്ങനെ ഒരു പരീക്ഷണത്തിൽപ്പെട്ടാൽ തൻ്റെ വിശ്വാസവും വിശ്വസ്തതയും വിശുദ്ധിയും എങ്ങനെ മുറുകെ പിടിക്കും എന്ന് ദൈവം പരീക്ഷിച്ചതാണോ? മറ്റൊരു സാധ്യത, ഇനി വരാൻ പോകുന്ന ജനതകൾക്ക് മുഴുവനും, വിശ്വാസികൾക്ക് മുഴുവനും എങ്ങനെയാണ് ഒരു വിശ്വാസി, ദൈവത്തിൻ്റെ ദാസൻ, ദൈവ ശുശ്രൂഷകൻ, ഒരു പിതാവ്, ഒരു ജനതയുടെ നേതാവ് ജീവിക്കേണ്ടത്, ചിന്തിക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, പ്രതികരിക്കേണ്ടത്, ദൈവവുമായി സഹകരിക്കേണ്ടതെന്ന് ലോകത്തിന് സന്ദേശം കൊടുക്കാൻ വേണ്ടി ദൈവം അബ്രാഹത്തെ ഉപകരണമാക്കിയതാകാം. രണ്ടായിരുന്നാലും നമ്മുടെ മുമ്പിൽ അതൊരു വലിയ പാഠമാണ്. ദൈവം അവൻ്റെ പേര് ചൊല്ലി അവനെ വിളിച്ചു, അബ്രാഹം. അവനുടനെ വിളി കേട്ടു. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ ഇസഹാക്കിനെ കൂട്ടിക്കൊണ്ട് മോറിയ ദേശത്തേക്ക് പോവുക. അവിടെ ഞാൻ കാണിച്ചു തരുന്ന മലമുകളിൽ നീ അവനെ എനിക്ക് ദഹനബലിയായി അർപ്പിക്കണം. നരബലി എന്ന് പറയുന്ന ഒരു കർമ്മം ഒരിക്കലും ദൈവം അനുവദിച്ചു കൊടുത്തിട്ടില്ല. ഈ മോറിയ മല എന്ന് പറയുന്നത് ദിനവൃത്താന്തം 2-ാം പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 1-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത് ജെറൂസലേമിലാണ് ഈ സ്ഥലമെന്ന്. അവിടെ ജെറൂസലേമിൽ മോറിയ പർവ്വതം എന്ന് പറയുന്ന ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ട്. വേറെ ഒരിടത്തും മോറിയയെക്കുറിച്ചൊരു പ്രതിപാദനമില്ല. എന്നാൽ ശമറിയ സ്ഥിതി ചെയ്തിരുന്ന ഗരീസീം മലയിലാണ് ഇസഹാക്കിനെ ബലിയർപ്പിച്ചത്. അങ്ങോട്ടാണ് ബലിയർപ്പിക്കാൻ കൊണ്ടുപോയതെന്നൊരു വിശ്വാസം അവരുടെ ഇടയിലുണ്ടായിരുന്നു. ഏതായിരുന്നാലും ഈ മോറിയ മലയുടെ മുകൾ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമായിട്ട് നമുക്ക് ആത്മീയമായിട്ടുള്ള ചിന്തയിലെടുക്കാം. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ ചില മോറിയ മലകൾ ദൈവം ഒരുക്കി തരും. ഇവിടെ ദൈവം അബ്രാഹത്തോട് പറയുന്ന ഒരു വാക്കുണ്ട്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകൻ. ദൈവത്തിന് വേണം ഇങ്ങനെ പറയാമല്ലോ, നീയും ഞാനും സ്നേഹിക്കുന്ന ഇസഹാക്ക്. ഇസഹാക്കിനോട് ദൈവത്തിന് സ്നേഹമില്ല എന്ന വാക്കിൽ നിന്ന് നമുക്ക് തോന്നുമോ? ഇവിടെ അതല്ല പ്രശ്നം. ദൈവത്തിന് ഇസഹാക്കിനോടുള്ള സ്നേഹത്തെക്കാളും വ്യത്യാസപ്പെട്ട ഒരു സ്നേഹം അബ്രാഹത്തിന് ഇസഹാക്കിനോടുണ്ടായി. അവിടെയാണ് അബ്രാഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൽ നിഴൽ വീണത്. അബ്രാഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിൻ്റെ ശോഭ കുറഞ്ഞത് അവിടെയാണ്. നമുക്ക് വ്യക്തികളെ സ്നേഹിക്കാം,
വസ്തുക്കളെ ഇഷ്ടപ്പെടാം, നമുക്ക് ചില പ്രസ്ഥാനങ്ങളെ, ചില സംവിധാനങ്ങളെ ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കാം. പക്ഷെ അവിടെ അബ്രാഹാം പുത്രനായ ഇസ്ഹാക്കിനെ സ്നേഹിച്ച സ്നേഹത്തിനകത്ത് എവിടെയോ ഒരു നിഴല് വീണിട്ടുണ്ട്, അല്പം ഇരുള് പരന്നിട്ടുണ്ട്. വിശുദ്ധമല്ലാത്തതോ ദൈവികമല്ലാത്തതോ ദൈവത്തിന് സ്വീകാര്യമല്ലാത്തതോ എന്തോ ഒന്ന് ആ സ്നേഹത്തിൽ കയറി കൂടിയിട്ടുണ്ട്. അതാണ് അബ്രാഹത്തിൻ്റെ വിശ്വാസ ജീവിതത്തിന് തടസ്സമുണ്ടാക്കുന്നത്. അതുകൊണ്ട് ദൈവം അബ്രാഹത്തോട് പറയുന്നു, നീ സ്നേഹിക്കുന്ന നിൻ്റെ ഏകമകൻ. അവിടെ ദൈവത്തിന് അറിയാം അബ്രാഹത്തിന് ഒരു ഒറ്റക്കൊച്ചേ ഉള്ളൂ, അത് 100-ാം വയസ്സിലുണ്ടായതാണ്. 25 വർഷക്കാലം കാത്തിരുന്ന് അബ്രാഹത്തിന് കിട്ടിയതാണ്. അവൻ ബാലനായി വളർന്ന് അവൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനുള്ള പ്രായത്തിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയാണെന്ന് ദൈവത്തിനും അറിയാം. അപ്പോൾ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനം എങ്ങനെ പൂർത്തീകരിക്കും? ഞാൻ നിന്നെ അനുഗ്രഹിക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ വഴി ഭൂമുഖത്തുള്ള സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള ഉൽപ്പത്തി പുസ്തകത്തിലെ 12-ാം അധ്യായത്തിൻ്റെ 2-3 തിരുവചനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന വചനപ്രകാരം അബ്രാഹത്തിലൂടെ ജനതകളെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നത് ഇസ്ഹാക്ക് എന്ന് പറയുന്ന പുത്രനിലൂടെ ആണെന്നുള്ളതും തീർച്ചയാണ്. കാരണം ഉൽപ്പത്തി പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 18-ാം വചനത്തിൽ ദൈവം പറയുന്ന ഒരു വാക്കുണ്ട് ഈ സംഭവത്തിന് ശേഷം: നീ എന്നെ അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം ഞാൻ അനുഗ്രഹിക്കും. അപ്പോൾ അബ്രാഹത്തിൻ്റെ പുത്രനായ ഇസ്ഹാക്കിലൂടെ ആ സന്തതിയിലൂടെ ലോകത്തെ അനുഗ്രഹിക്കണമെങ്കിൽ ദൈവത്തെ അനുസരിക്കുന്ന ഒരു അബ്രാഹം അവിടെ ഉണ്ടാകണം. അതുകൊണ്ടാണ് ഉൽപ്പത്തി 22:18 ദൈവം പറഞ്ഞു, നീ എന്നെ അനുസരിച്ചതുകൊണ്ട്, എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട്. ഇതിന് ശേഷം ദൈവം പറഞ്ഞതാണത്, നീ എൻ്റെ വാക്ക് അനുസരിച്ചതുകൊണ്ട് നിന്റെ സന്തതിയിലൂടെ ലോകത്തിലെ ജനതകളെല്ലാം അനുഗ്രഹിക്കുമെന്ന്. അതായത് അബ്രാഹത്തോട് ദൈവം ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അബ്രാഹത്തിന് മകനോടുള്ള സ്നേഹത്തിനകത്ത് എവിടെ ഒരു മാലിന്യവും കൂടി ഉള്ളതുകൊണ്ട് ആ മാലിന്യം ഒന്ന് മാറ്റണം. അതെന്താ നമുക്ക് കുറച്ചും കൂടി ആഴത്തിൽ ചിന്തിക്കാം. വാഗ്ദാനങ്ങളുടെ എല്ലാം പൂർത്തീകരണം നടക്കേണ്ടത് ദൈവം വഴി തന്നെയാണ്. നമ്മൾ പലപ്പോഴും വിചാരിക്കും നമ്മുടെ ചുറ്റുമുള്ള വ്യക്തികളിലൂടെ, നമ്മുടെ മുമ്പിലുള്ള ഈ പ്രസ്ഥാനത്തിലൂടെ, അല്ലെങ്കിൽ ഈ സംവിധാനങ്ങളിലൂടെ, നമ്മുടെ അറിവിലൂടെ, നമ്മുടെ ബോധ്യത്തിലൂടെ, കഴിവിലൂടെ, നമ്മുടെ ഈ പ്രവൃത്തിയിലൂടെ ഇങ്ങനെയൊക്കെയാണ് ദൈവം പ്രവർത്തിക്കുക. തീർച്ചയായും അതിലൂടെ എല്ലാം പ്രവർത്തിക്കും, തീർച്ചയായും പ്രവർത്തിക്കും. പക്ഷേ അതിലൂടെ മാത്രമേ പ്രവർത്തിക്കൂ, അങ്ങനെ ആ കാര്യത്തിലൂടെയുള്ള പ്രവൃത്തികളെല്ലാം ദൈവത്തിന് സ്വീകാര്യമാണെന്ന ഒരു നിഗമനത്തിലെത്താനും പറ്റില്ല. ഇപ്പോൾ ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൻ്റെ മലയാള വിഭാഗത്തിൻ്റെ ഡയറക്ടറാണ്. അവിടെ വരുന്ന ജനത്തോട് ഞാൻ വചനം പ്രസംഗിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ തിരികിതമാണ്. ഇടയ്ക്ക് എൻ്റെ അധികാരികൾ എന്നോട് പറയുന്നു എന്ന് കരുതുക, 6 മാസത്തേക്ക് അവിടെ നിന്ന് മാറി ഇന്ന സ്ഥലത്തേക്കൊന്ന് പോവുക. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിച്ചേക്കാം, അതെങ്ങനെയാ ശരിയാവുക? എന്നെ അധികാരികൾ ഏൽപ്പിച്ച ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലെ ശുശ്രൂഷകളൊക്കെ വിട്ടിട്ട് 6 മാസത്തേക്ക് ഞാൻ പുറത്തു പോയി ഇവിടെ ആര് ശുശ്രൂഷ ചെയ്യും? അല്ലെങ്കിൽ ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആര് തുടരും? എനിക്ക് വേറെ ഒത്തിരി കാര്യങ്ങൾ ഇവിടെ ചെയ്യാൻ എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്, അതെല്ലാം ആര് ചെയ്യും? അധികാരികൾ എന്നോട് 6 മാസത്തേക്ക് മാറി നിന്ന് മറ്റൊരു ശുശ്രൂഷ ചെയ്യാൻ പറയുകയാണെങ്കിൽ, പറഞ്ഞു എന്നല്ല ഞാൻ പറയുന്നത്, അങ്ങനെ പറയുകയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഇവിടെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന, ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിലൂടെ മാത്രമേ ദൈവത്തിന് എന്നെ ഉപയോഗിക്കാൻ പറ്റൂ എന്നുള്ള തെറ്റായ തീരുമാനത്തിലെത്തിയിരിക്കുക. തമ്പുരാൻ എന്നെ ഞാനിവിടെ ഇല്ലാത്തപ്പോഴും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിനേക്കാൾ മെച്ചമായി മറ്റു പലരിലൂടെയും ചെയ്യിപ്പിക്കാൻ ദൈവത്തിന് പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കണം. അതാണ് ദൈവത്തിലുള്ള യഥാർത്ഥ വിശ്വാസത്തിൻ്റെ ഒരു പ്രത്യേകത. നമ്മളങ്ങ് മാറിക്കഴിഞ്ഞാൽ എല്ലാം പോയി, എനിക്ക് ശേഷം പ്രളയമെന്ന് ചിന്തിക്കരുത്. അബ്രാഹത്തോട് ദൈവം പറയുന്നു, നിന്റെ പുത്രനായ ഇസ്ഹാക്ക്, നീ അവനെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ട്, പക്ഷേ നിന്റെ സ്നേഹം ഇവനിലൂടെയാണ് ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുക എന്നുള്ള നിന്റെ ഉറച്ച വിശ്വാസത്തിൽ തെറ്റില്ലെങ്കിലും നീ ഇപ്പോൾ ഇതെല്ലാം ചെയ്തു തരേണ്ട എന്നിലേക്കല്ല ശ്രദ്ധിക്കുക. ഞാൻ ആരെ ഉപകരണമാക്കാൻ നിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ അയാളിലേക്ക് നോക്കിയിരിക്കുകയാണ്. ഡിവൈൻ ധ്യാന കേന്ദ്രം എന്നുള്ള ഒരു ഉപകരണത്തെ ഞാൻ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് നോക്കിക്കൊണ്ടിരുന്നാൽ ദൈവത്തിന് പകരം ഡിവൈൻ ധ്യാന കേന്ദ്രം എൻ്റെ ഉള്ളിൽ പ്രവേശിച്ചാൽ
അതൊരു വിഗ്രഹമായി മാറും. പ്രിയപ്പെട്ട ദൈവമക്കളെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലേക്കും വിശദാംശങ്ങളിലേക്കും ഒന്ന് തിരിഞ്ഞു നോക്കിക്കേ. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ബോധ്യത്തിൽപ്പെട്ടത്, നിങ്ങൾ ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണങ്ങൾ, ഇതൊക്കെയാണ് ദൈവം നിങ്ങളിന്ന് ആവശ്യപ്പെടുന്നത് നിങ്ങൾക്ക് അറിയാമെന്ന് ഇരിക്കട്ടെ. എന്നാൽ അതിലൂടെ മാത്രമേ ദൈവം ഇതൊക്കെ ചെയ്യൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി നിങ്ങളുടെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ, നിങ്ങളുടെ പദ്ധതിയും നിങ്ങളുടെ ഭാവനയും നിങ്ങളുടെ ചാരുതയും നിങ്ങളുടെ പലവിധത്തിലുള്ള കഴിവുകളെല്ലാം കൂടെ ഉപയോഗിച്ച് നിങ്ങൾ ക്രമീകരിച്ച കുറേ ക്രമീകരണങ്ങളുടെ അടിമയായിട്ട് നിങ്ങളൊക്കെ മാറിക്കഴിഞ്ഞാൽ അപകടം എവിടെയെന്നറിയോ? ഈ ക്രമീകരണങ്ങളും സംവിധാനങ്ങളും എല്ലാം നമ്മുടെ ഉള്ളിൽ വിഗ്രഹങ്ങളായിട്ട് നമ്മൾ നിറച്ചു വെക്കും. അങ്ങനെ കയറിയാൽ ദൈവത്തിന് സ്വതന്ത്രമായി നമ്മിലൂടെ പ്രവർത്തിക്കാൻ പറ്റില്ല, നമ്മെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത്, നീ സ്നേഹിക്കുന്ന നിന്റെ ഏകപുത്രൻ ഇസഹാക്കിനെ ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്ത് എനിക്കായിട്ട് ദഹനബലിയായി അർപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, അന്നത്തെ കാലത്ത് മനുഷ്യരെ ബലിയർപ്പിക്കുക എന്ന് പറയുന്ന ഒരു പരിപാടി, നരബലി, ജനതയുടെ ഇടയിൽ ഒരിക്കലും ദൈവം അംഗീകരിച്ചിരുന്നില്ല. കാരണം നമുക്കറിയാം, ബൈബിളിൽ ചില സ്ഥലങ്ങളൊക്കെ കാണുന്നുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ അവിടെ ആഹാസ് രാജാവിനെ കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൻ്റെ 3-ാം തിരുവചനത്തിൽ പറയുകയാണ്, ആഹാസ് രാജാവ് പാപം ചെയ്തത് എങ്ങനെയാണെന്ന്. ഇസ്രായേൽ രാജാക്കന്മാരുടെ പാതയിൽ അവൻ ചരിച്ചു. കർത്താവ് ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ നിന്ന് ഉച്ചാടനം ചെയ്ത ജനതകളുടെ മ്ലേച്ഛമായ ആചാരമനുസരിച്ച് അവൻ സ്വന്തം പുത്രനെ ബലിയർപ്പിക്കുക പോലും ചെയ്തു. മ്ലേച്ഛ പ്രവൃത്തിയായിട്ട് ഇസ്രായേൽ ജനതയുടെ ഇടയിൽ നിന്ന് തുടച്ചു നീക്കുന്ന ഒരു നടപടിയാണ് നരബലി. അതുപോലെ പിന്നീട് നമ്മൾ കാണുന്നുണ്ട് രാജാക്കന്മാരുടെ 2-ാം പുസ്തകത്തിൻ്റെ 17-ാം അധ്യായത്തിൻ്റെ 17-ാം തിരുവചനത്തിലും അതുപോലെ 21-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനത്തിലൊക്കെ ഈ നരബലിയെ തള്ളിപ്പറയുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. നരബലിയുടെ ദൂഷ്യഫലങ്ങളൊക്കെ പറയുന്നുമുണ്ട്. അപ്പം നരബലി ഒരിക്കലും വേദപുസ്തകത്തിലൊരു മാതൃകാപരമായ അനുകരണമായ ഒരു കാര്യമായിട്ട് ആരും അംഗീകരിച്ചിട്ടില്ല. പക്ഷെ ദൈവം അബ്രാഹത്തോട് നരബലിക്ക് ആവശ്യപ്പെട്ടു എന്നാണ് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാകുന്നത്. സത്യത്തിൽ ഇസഹാക്കിനെ കൊല്ലാനല്ല പറഞ്ഞത്, ഇസഹാക്കിനെ ബലിയർപ്പിക്കാനും അല്ല പറയുക. ദൈവം നൽകിയ ഇസഹാക്ക് ഇപ്പം മറ്റൊരു ഇസഹാക്കായി അബ്രാഹത്തിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അബ്രാഹത്തിൻ്റെ ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന ഈ ഇസഹാക്കാണ് ഇപ്പോഴത്തെ തടസ്സം. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മളിതിനെക്കുറിച്ച് കൂടുതൽ ഇനി ധ്യാനിക്കാൻ പോവുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ. പക്ഷേ ഇപ്പോൾ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലും നമ്മൾ ഇതുപോലുള്ള ദൈവം നൽകാത്ത ഇസഹാക്കിനെ പ്രതിഷ്ഠിക്കുകയോ, ദൈവം നൽകാത്ത ഇസഹാക്കിൻ്റെ കൈപിടിച്ച് നടക്കുകയോ, ദൈവം നൽകാത്ത ഇസഹാക്കിലൂടെ ദൈവത്തിൻ്റെ പൂർത്തീകരണത്തിനായിട്ട് പരിശ്രമിക്കുകയോ പദ്ധതി ഒരുക്കുകയോ, ദൈവം നൽകാത്ത ഇസഹാക്കിലൂടെ എന്തെങ്കിലും നേട്ടങ്ങൾ നേടിയിട്ട് അതെല്ലാം ദൈവം തന്നാണ് ചിന്തിക്കുകയോ ചെയ്യുന്നുണ്ടോ? ദൈവം നൽകാത്ത ഇസഹാക്ക്. പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഒരു സംഭവം ഓർമ്മ വരികയാണ്. ഒരു ഇടവക ദേവാലയത്തിൽ വളരെ നന്നായി ശുശ്രൂഷ ചെയ്തിരുന്ന ഒരാൾക്ക് ഒരു വേളയിൽ ഒരു പ്രലോഭനമുണ്ടായി. പണി കഴിപ്പിക്കാനും അതുപോലെ പള്ളിമുറി, അതായത് അച്ഛൻ താമസിക്കുന്ന റെക്ടറി ഉണ്ടാക്കാനുമായിട്ട് ഉള്ള വലിയൊരു പ്രോജക്റ്റ് ധനവാനായ ഈ മനുഷ്യന് അതിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടു. അയാൾക്ക് സാമ്പത്തികമായിട്ട് വരുമാന മാർഗമുള്ള ആളാണ്, സുസ്ഥിതിയിലാണ്. പക്ഷെ ഒരു വലിയ തുക ഇടവകയിൽ നിന്ന് ശേഖരിച്ചു വെച്ചിരുന്നതും പിരിച്ചുകൊണ്ടിരിക്കുന്നതുമായ തുക ഇയാളുടെ കയ്യിലൂടെ കടന്നു പോകണം. വികാരിച്ച നിർഭാഗ്യവശാൽ അത് വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാൻ പറ്റിയ ആരോഗ്യാവസ്ഥയിലായിരുന്നില്ലാത്തതുകൊണ്ടും ഇയാൾ ഇതുപോലെ ഒരു നല്ല മനുഷ്യനാണെന്ന് എല്ലാവരും അംഗീകരിച്ചതിനാലും എല്ലാം അദ്ദേഹത്തെ കണ്ണടച്ചങ്ങ് ഏൽപ്പിച്ചു കൊടുത്തു. അദ്ദേഹം ഈ പള്ളിപ്പണിയൊക്കെ നടത്തി. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഒരു വേള അദ്ദേഹം ഒരിടത്ത് ധ്യാനിക്കാനായിട്ട് ചെന്നപ്പോൾ കൗൺസിലിംഗ് നടത്തിയ ആൾ ഇയാളുടെ ജീവിതത്തിൻ്റെ ചില മേഖലകളിലേക്ക് വെളിച്ചം വീശി ചില ചോദ്യങ്ങൾ ചോദിച്ചു. അയാൾ പ്രകോപിതനായി. ഇത്ര ആത്മാർത്ഥതയോടെ
ഞാനൊരു പള്ളി പണി കഴിപ്പിച്ച് കെട്ടിടപ്പണിയെല്ലാം പൂർത്തിയാക്കി ബിഷപ്പിൽ നിന്ന് പോലും അംഗീകാരം വാങ്ങിയെടുത്തിട്ടും എന്നെക്കുറിച്ച് എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ ഉള്ള ചിന്തയിലേക്ക് വന്നു. വളരെ ചുരുക്കി പറയട്ടെ, അദ്ദേഹം അങ്ങനെ വളരെ പ്രയാസപ്പെട്ട് ആ കൗൺസിലിംഗ് പൂർത്തിയാക്കാതെ, ഇഷ്ടപ്പെടാതെ അദ്ദേഹത്തിൻ്റെ ധ്യാനം പൂർത്തീകരിച്ച് വീട്ടിൽ പോയി. പക്ഷെ വീട്ടിൽ ചെന്നപ്പോൾ ഭാര്യയുമായിട്ട് ഇത് പങ്കുവെച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, നിങ്ങൾ കൗൺസിലിംഗ് നടത്തിയ ആളോട് ഒച്ചവെക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, നിങ്ങളുടെ ജീവിതത്തിൽ ഈ കാര്യത്തിൽ ഒരു കളങ്കവും വന്നില്ലെന്ന് ഉറപ്പാണെന്ന് ചോദിച്ചു. അപ്പോൾ ഉടനെ അയാൾ ചോദിച്ചു, അതിന് എന്താ ഞാൻ തെറ്റ് ചെയ്തത്? ഈ പള്ളിയുടെ പണം അയാളൊന്നും മോഷ്ടിച്ചിട്ടില്ലെങ്കിലും തൻ്റെ അനുദിന ചെലവുകൾക്ക് വേണ്ടി പള്ളിയിൽ നിന്ന് കിട്ടുന്ന പണം എടുത്ത് ഉപയോഗിച്ച് അത് റോൾ ചെയ്തുകൊണ്ടാണ് പോയത്. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. തൻ്റെ വീട്ടിലെ ചെലവിന് വേണ്ടി 1 രൂപ പോലും പള്ളിയുടെ ഫണ്ടിൽ നിന്ന് ഇയാളുടെ കുടുംബത്തിൽ വരാൻ പാടില്ലായിരുന്നു. പക്ഷെ വൻ തുകകൾ അയാളുടെ കയ്യിൽ കുടുംബത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി, ബിസിനസ് വേണ്ടി, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അയാൾ തിരിച്ചു വന്ന്, ഭാര്യയുടെ വാക്ക് കേട്ട് തിരിച്ചു വന്ന് ആ ധ്യാനകേന്ദ്രത്തിലെ ധ്യാനഗുരുവിനെ സമീപിച്ചു. ചെറിയൊരു ഗ്രൂപ്പാണ്. അവിടെ ചെന്നിട്ട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെയൊരു തെറ്റ് പറ്റി, കൗൺസിലറുടെ അടുത്ത് ഞാൻ ദേഷ്യപ്പെട്ടാണ് പോയത്, അതുകൊണ്ട് തന്നെ എനിക്ക് ഉറക്കമൊക്കെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ ധ്യാനഗുരു പറഞ്ഞു കൊടുത്തു, ഇസഹാക്ക് ഒരിക്കലും ഒരു പാപമല്ലെങ്കിലും ഒരു തിന്മയല്ലെങ്കിലും ദൈവം എന്തിനു വേണ്ടി ഇസഹാക്കിനെ നൽകിയോ അതിനുവേണ്ടി അല്ലാതെ ഇസഹാക്കിനെ കൈകാര്യം ചെയ്യുകയോ ഉപയോഗിക്കുകയോ സ്വീകരിക്കുകയോ സ്നേഹിക്കുകയോ ചെയ്താൽ ഇസഹാക്ക് വിഗ്രഹമായി മാറുന്നത് പോലെ തന്നെ ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നയാൾ ദൈവികമല്ലാത്ത വിധത്തിൽ എന്നെ കൈകാര്യം ചെയ്താൽ അവിടെ തിന്മയുടെ ശക്തി പ്രവേശിക്കും. അവിടെയാണ് അനുദപിക്കേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒത്തിരി സമ്മാനങ്ങളെ ദൈവം ദൈവികമല്ലാത്ത വിധത്തിൽ കൈകാര്യം ചെയ്യാനും ഉപയോഗിക്കാനും നമ്മുടേതാക്കി മാറ്റാനും പ്രലോഭനം തന്നുകൊണ്ടിരിക്കും. പിശാചിൻ്റെ പണിയാണത്. നമ്മളതിൽ വീണു പോകരുത്. ഈശോയെ, ഇന്നത്തെ ശുശ്രൂഷ പങ്കെടുത്ത എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ. ദൈവികമല്ലാത്ത എല്ലാ കാര്യങ്ങളെയും, എല്ലാ സംവിധാനങ്ങളെയും, എല്ലാ ക്രമീകരണങ്ങളെയും, ചിന്താഗതികളെയും, ബോധ്യങ്ങളെയും, ധാരണകളെയും, ശൈലികളെയും ഉപേക്ഷിക്കാൻ ഞങ്ങൾക്ക് അനുഗ്രഹം തരണമേ. ഞങ്ങളുടെ ആത്മശരീര മനസ്സുകൾ അങ്ങയുടെ കൃപ നിറയട്ടെ കർത്താവേ. ഈ വചനത്തിൻ്റെ ഉൾപ്പൊരുൾ ഗ്രഹിക്കുവാനുള്ള ജ്ഞാനം എല്ലാവർക്കും നൽകണേ ഈശോയെ. ഈ വചനത്തിലൂടെ ആത്മവിശുദ്ധീകരണവും ശാരീരിക സൗഖ്യവും കുടുംബ നവീകരണവും എല്ലാവരിലും ഉണ്ടാകട്ടെ. പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് എല്ലാവരെയും പ്രതിഷ്ഠിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. സമയം സമാഗതമായി സകലരും അനുദപിക്കാൻ സർവം സമർപ്പിക്കുവാൻ സകലരും അണഞ്ഞിടുവിൻ. അനുതാപിയെ ചേർത്തണയ്ക്കാൻ അനുഗമിക്കാൻ ഒരുക്കിടുവാൻ ആത്മാവിനാൽ നിറച്ചിടുവാൻ ആഗതനായവൻ വിളിച്ചിടുന്നു. ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരും, ഈ ശുശ്രൂഷയെ വിവിധ രാജ്യങ്ങളിലും സ്ഥലങ്ങളിലും ഇരുന്ന് പങ്കെടുക്കുന്ന എല്ലാവരും, അവരെ പീഡിപ്പിക്കുന്ന എല്ലാ രോഗപീഠകളും, എല്ലാ തരത്തിലുള്ള പൈശാചിക ശക്തികളെ, ഉപദ്രവങ്ങളും എല്ലാം വിട്ടുപോകാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ തിരുരക്തം ഈ ദിവ്യകാരുണ്യം വഴി ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന, ഈ ശുശ്രൂഷയെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരിലും വന്ന് വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ യേശുവിൻ്റെ രക്തത്തിൽ എല്ലാ പാപക്കറകളും നീങ്ങിപ്പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാൽവരി കുരിശിൽ നിന്നൊഴുകിയ ചുടുചോര
ഓരോ വ്യക്തിയെ ഇപ്പോൾ വിശുദ്ധീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 1 യോഹന്നാൻ 1:7 അവിടുത്തെ പുത്രനായ യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മളെ ശുദ്ധീകരിക്കുന്നു. കർത്താവേ, പാപങ്ങൾ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അറിഞ്ഞും അറിയാതെ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ചെയ്തു പോയ പാപങ്ങളെല്ലാം പൊറുക്കാൻ തിരുവള്ളമാകണമേ. തിരുരക്തം ഞങ്ങളുടെ മേൽ വീഴ്ത്തണമേ കർത്താവേ. ഏതെല്ലാം മനസ്സ് മുറിവേറ്റിരിക്കുന്നുവോ, ഏതെല്ലാം ശരീരം രോഗബാധിതമായിരിക്കുന്നുവോ, ഏതെല്ലാം ആത്മാവ് പാപത്താൽ മലിനമാക്കപ്പെട്ടിരിക്കുന്നുവോ, ഈ ആത്മാവിലേക്കും മനസ്സിലേക്കും ശരീരത്തിലേക്കും ഓ ഈശോയെ അങ്ങയുടെ ചുടുചോര ഒഴുകി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് കഴുകുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് അങ്ങയോട് പങ്കില്ലല്ലോ കർത്താവേ. അങ്ങ് ഞങ്ങളെ കഴുകണമേ കർത്താവേ. എല്ലാവരും ഇപ്പോൾ കഴുകണമേ കർത്താവേ. ഞങ്ങളെ ശുദ്ധീകരിക്കണമേ കർത്താവേ. പാപമോചനം നൽകണമേ കർത്താവേ. എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ. കോടിക്കണക്കിന് ജനങ്ങളിലേക്ക് ഈ വലിയ ശുശ്രൂഷയുടെ ശക്തി ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരിലേക്കും ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബങ്ങളിലേക്ക് ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പാപികൾ മാനസാന്തരപ്പെടട്ടെ. ബന്ധനം മോചിക്കപ്പെടട്ടെ. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അന്ധകാര ബന്ധനം അഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങൾ അഴിഞ്ഞു പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഊമർ സംസാരിക്കട്ടെ. കെട്ടഴിയട്ടെ. ശ്വാസകോശ രോഗങ്ങൾ മാറട്ടെ. തലച്ചോരൻ രോഗങ്ങൾ മാറട്ടെ. മാനസിക രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ. അവരുടെ എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. വായിലെ മോണയിലെ പല്ലിന്റെ രോഗങ്ങളെല്ലാം വിട്ടുപോകട്ടെ. തൊണ്ടയിലെ ശ്വാസകോശത്തിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ഹൃദയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. ആമാശയത്തിന്റെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. കുടലിലെ രോഗങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. പ്രമേഹ രോഗം വിട്ടുപോകട്ടെ. പാൻക്രിയാസ് സൗഖ്യം പ്രാപിക്കട്ടെ. കരൾ രോഗം വിട്ടുപോകട്ടെ. എല്ലാ നാഡീഞരമ്പുകളും ബലം പ്രാപിക്കട്ടെ. അസ്ഥികൾ ബലം പ്രാപിക്കട്ടെ. അസ്ഥികളെ സുഖപ്പെടുത്തണമേ. തളർന്ന ശരീരം ബലം പ്രാപിക്കട്ടെ. ത്വക്ക് രോഗം മാറട്ടെ. രക്തത്തിന്റെ വൈകല്യങ്ങൾ വിട്ടുപോകട്ടെ. എല്ലാ രോഗികളും സൗഖ്യം പ്രാപിക്കട്ടെ. അത്ഭുതകരമായി സൗഖ്യം ഒഴുകട്ടെ. യേശുവിന്റെ നാമത്തിൽ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ അഴിയട്ടെ. മുറിവുകൾ മാറട്ടെ. എല്ലാവരും സൗഖ്യം പ്രാപിക്കട്ടെ. എല്ലാ പാപങ്ങളും നീങ്ങി പോകട്ടെ. കുടുംബങ്ങൾ ഐശ്വര്യം നിറയട്ടെ. അനുഗ്രഹം നിറയട്ടെ. സമൃദ്ധി നിറയട്ടെ. ഹല്ലേലൂയ. ഈ നിൽക്കുന്ന സിസ്റ്റർ ജെയിൻ മദർ തെരേസയുടെ മിഷണറീസ് ചാരിറ്റി സഭയിലെ സിസ്റ്ററാണ്. സിസ്റ്റർ, എന്തായിരുന്നു അസുഖം? എനിക്ക് സ്പോണ്ടിലോസിസ് ആയിട്ട് 10-20 വർഷം മുന്നേ എനിക്ക് കോളർ ഉണ്ടായിരുന്നു, ബെൽറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞപ്പം എൻ്റെ കോളർ എടുത്തു മാറ്റി. എന്നാലും എൻ്റെ ഷോൾഡറിന് നല്ല വേദനയുണ്ടായിരുന്നു. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു കിടക്കുവാൻ സാധിക്കുന്നില്ലായിരുന്നു. ഞാൻ മരുന്നെടുക്കുന്നുണ്ടായിരുന്നു, ഓയിൻറ്റ്മെൻറ്റ് പുരട്ടുന്നുണ്ടായിരുന്നു. ഇന്നലെ അച്ഛൻ ഷോൾഡർ പെയിൻ മാറിയവർ എഴുന്നേറ്റ് നിൽക്കുക പറഞ്ഞപ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞപ്പോൾ എൻ്റെ പെയിൻ കംപ്ലീറ്റ് ആയിട്ട് മാറിയെന്ന് എനിക്ക് മനസ്സിലായി. അതിനുശേഷം ഇതുവരെ പിന്നെ പെയിൻ ഇല്ല. അതിനുശേഷം ഇതുവരെ എനിക്ക് പെയിൻ ഉണ്ടായില്ല. ഇപ്പോൾ കൈ പൊക്കുമ്പോൾ വേദന ഉണ്ടായിരുന്നോ? കൈ പൊക്കുമ്പോൾ നേരത്തെ വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ വേദനയില്ല. ഇപ്പൊ വേദന. ഇന്നലെ വൈകുന്നേരമൊക്കെ വേദന ഉണ്ടായിരുന്നു. ഇപ്പൊ ആ വേദനയെ മാറി. കർത്താവ് ഇന്നലെ വൈകുന്നേരത്തെ കുർബാനയുടെ സമയത്ത് നൽകിയ സൗഖ്യമാണ്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. കർത്താവ് ഇപ്പൊ ഈ സ്തുതിപ്പിന്റെ അവസരത്തിൽ നൽകിയൊരു വലിയ രോഗശാന്തി സാക്ഷ്യമാണിത്. പാറശാലയിൽ നിന്ന് വരുന്ന ജീൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ 12 വയസ്സുള്ളപ്പോൾ, ഇപ്പോൾ 27 വർഷം മുമ്പായി സംഭവം ഉണ്ടായത്. 27 വർഷം മുമ്പ് 20 അടി ഉയരത്തിൽ നിന്ന് മരത്തിൽ താഴേക്ക് ഈ മൂടുകുത്തി ഇരിക്കുകുത്തനെ വീണു. അതിനുശേഷം നിൽക്കുമ്പം വേദന, നടുകുരിക്കും വേദനയായിട്ട് ഇവിടെ വന്നത്. ഈ 27 വർഷമായിട്ട് വേദനയായിരുന്നു. എന്ത് ചെയ്താലും രാത്രി കിടന്നുറങ്ങാൻ പറ്റില്ല. വേദന കാരണം രാത്രിയിൽ കിടന്നുറങ്ങാൻ പോലും പറ്റുന്നില്ലായിരുന്നു. എപ്പോഴാണ് ഈ സൗഖ്യം കിട്ടിയത്? പാടിക്കൊണ്ടിരുന്ന അവസരത്തിൽ ഷോക്ക് അടിക്കുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. എന്താന്ന് ഞാൻ വെളിപ്പെടുത്താം. നമ്മൾ ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുമ്പോൾ നമുക്ക് ദൈവത്തിൻ്റെ സ്പർശനം കിട്ടും, അഭിഷേകം കിട്ടും. ആ സമയത്ത് ശാരീരികമായി കിട്ടുന്ന സൗഖ്യത്തിൻ്റെ അടയാളങ്ങൾ ചിലപ്പോൾ ശരീരം പ്രത്യക്ഷപ്പെടും. ശരീരത്തെ കരണ്ടടിക്കുന്ന പോലെ, ചിലർക്ക് ഒരു മരവിപ്പ് പോലെ തോന്നും, ചിലർക്ക് നല്ല തണുത്ത കാറ്റടിക്കുന്ന പോലെ, ചിലർക്ക് ശരീരം മുഴുവനും വേർക്കുന്നൊരു അനുഭവം ഉണ്ടാകും.
ജയൻ്റെ ശരീരത്തിൽ കരണ്ടടിക്കുന്നുള്ള അനുഭവം ഉണ്ടായത്. അതിനുശേഷം വേദന എങ്ങനെയുണ്ട്? വേദന ഇല്ല, പൂർണ്ണമായിട്ട് മാറിയോ? 27 വർഷമായിട്ടുള്ള വേദന ഒട്ടും ഇല്ല. നടുകുനിച്ച് ഇരുന്ന നിലത്ത് എഴുന്നേറ്റ് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലായിരുന്നല്ലോ, ഇത്ര പെട്ടെന്ന് പറ്റില്ലായിരുന്നു, വേദനയായിരുന്നു. ഇപ്പൊ ഒട്ടും വേദനയില്ല, പൂർണ്ണ സൗഖ്യമാണ് കർത്താവ് കൊടുത്തത്. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. ഈ സഹോദരിയുടെ സാക്ഷ്യം കേൾക്കുക. 28 വർഷമായി ചെവിക്ക് കേൾവിക്കുറവുണ്ടായി. പേരെന്താണ്? അൽഫോൻസ. വീട് എവിടെയാ? കൊല്ലം തങ്കശ്ശേരി. കൊല്ലത്തുനിന്ന് വരുന്ന അൽഫോൻസ 28 വർഷമായിട്ട് ചെവിക്ക് കേൾവിയില്ലായിരുന്നു. ഏത് ചെവിക്ക്? വലത് ചെവി അടച്ചു പിടിച്ചേ. അൽഫോൻസ, കൊല്ലം തങ്കശ്ശേരി, 52 വയസ്സ്. ഇപ്പോൾ എല്ലാം ശരിക്ക് കേൾക്കാം, ഈ ഇടത് ചെവിയിലൂടെ കേൾക്കാം. ചെവിക്ക് കേൾവിക്കുറവ് മാത്രം ഉണ്ടായിരുന്നല്ലോ, ഇതിനു മുമ്പ് പഴുപ്പ് വരുമായിരുന്നു. പഴുപ്പും ഉണ്ടായിരുന്നു, അതും മാറിയിരിക്കും. ഇപ്പോൾ ഇടത് ചെവിയുടെ പഴുപ്പ് മാറി കേൾവി തിരിച്ചു കിട്ടിയിരിക്കുന്നു. കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറയാം. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.